ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഉഞ്ചത്താണ്. ഉഞ്ചത്തൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഉദ്ഘാടനം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ആൻറ്റി മാസ്റ്റർ സ്മാരക സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് വ്യൂ തന്നെ നല്ല പ്ലസൻ്റ് ആയിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെരുപ്പൊക്കെ അയച്ചു നോക്കിയാണ്, എന്നിട്ട് ഉള്ളിലേക്ക് കയറാൻ പോയാണ്. എന്തായാലും കണ്ണൂക്കര ഇങ്ങനെ ഒരു പ്രദേശത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂള് അടിപൊളിയായിരിക്കുന്നു. സാധാരണ ടൗൺ ഏരിയയിലൊക്കെ ആണ് ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പം അടിപൊളി, നല്ല സ്പേഷ്യസ് ഉണ്ട്. 20 മീറ്റർ നീളവും 1.5 അടി ആഴ്ചയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നല്ല സ്പേഷ്യസ് ഉണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഒരു ചെറിയ ബേബി സ്വിമ്മിംഗ് പൂളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1 അവറിന് എനിക്ക് തോന്നുന്നത് 100 റുപ്പീസാണ് ചാർജ് ഈടാക്കുന്നത്. എനിവേ ഇത് മത്സരത്തിനെല്ലാം എനിക്ക് തോന്നുന്നത് ഇത് പറ്റുന്നതാണ്. അപ്പോൾ ട്രാക്കൊക്കെ തിരിച്ചത് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെയുള്ള ഭാരവാഹികളോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, മക്കളെ നിങ്ങളെ വീട് ഇവിടെ എടുത്താ? കണ്ണൂക്കര. ഇതാ തോന്നുന്നത് സ്വിമ്മിംഗ് പൂള്. അമ്പടാ, അതാ ഉള്ളു അല്ലേ? ഫ്രീ ആയിട്ട് ഐസ്ക്രീം കിട്ടും? ഓ, കൊടുക്കണം. അങ്ങനെ അതാണ് അല്ലേ. പിന്നെന്തൊക്കെ ഉണ്ട് ഇവിടെ? ഐസ്ക്രീം, നീന്താ അറിയാവോ? ഏട്ടനാ ഈ സ്വിമ്മിംഗ് പൂളിൽ തുള്ളണ്ട്. ഇനി ഇതാണ് വേണുവേട്ടൻ, തൈക്കണ്ടിയിൽ വേണുവേട്ടൻ. ഇതിന്റെ ഇവരതാണ് ഈ സ്ഥലവും കാര്യങ്ങളെല്ലാം. അപ്പൊ മൂപ്പറാണ് ഇത്, മൂപ്പറെടുത്താണ് ഞങ്ങൾ ലീസിലെടുത്തിരിക്കുന്നത്. അപ്പൊ ലീസിലേക്ക് 1 വർഷത്തേക്ക് ലീസിലെടുത്തിട്ടാണ് ഈ ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏറ്റവും കൃത്യമായ ഓണറാണ് ഈ വേണുവേട്ടൻ. എന്റെ ഫാദറുടെ പേരിലാണ്. വേണുവേട്ടൻ്റെ അച്ഛൻ്റെ പേരാണ് തൈക്കണ്ടിയിൽ ആണ്ടിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒഞ്ചിയം സമര സേനാനിയാണ്. ഓക്കെ, നേരത്തെ കാലത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ നിരോധിച്ച സമയത്ത് ഇവിടെ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഞ്ചിയത്ത് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് ആണ്ടിമാസ്. ഓക്കെ, അപ്പോൾ ആ ആണ്ടിമാസ്റ്റർ പേരിലാണ് നമ്മൾ സ്വിമ്മിംഗ് പൂള് ആരംഭിച്ചത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കും അതുപോലെ തന്നെ മറ്റ് നമുക്ക് നാട്ടിലെ എല്ലാം കൊണ്ടും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് വളരും എന്നുള്ള കാര്യം ഉറപ്പാണ്. രാകേഷ്, ഇങ്ങനെ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ എന്താ പ്രചോദനായ എന്താ ഇതിന്റെ നല്ലൊരു കാര്യമല്ലേ? കുട്ടികളെ സംബന്ധിച്ചോളം ഇപ്പം പണ്ടതിനെ പോലെ കുളവും ഒന്നും ഇല്ലല്ലോ അല്ലേ? അതുകൊണ്ട് ഇപ്പം ഇത് വന്നതോടുകൂടി ഈ പ്രദേശം തന്നെ നല്ല രീതിയിൽ എന്താ പറയേണ്ട സപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. കുട്ടികളെല്ലാം ഭയങ്കര ത്രില്ലിലാളെ. ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ പറയുന്നത് ഐസ്ക്രീം എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണം. പിന്നെ പറയുന്നത് ഇച്ചിരി പൈസ കൂടുതലാണ്. നമ്മളപ്പുറം ഒരു കുട്ടി കളിക്കാനൊരു ഗ്രൗണ്ട് ഉണ്ട്. 25 സീറ്റ് ഇൻഡോറാണ്. പിന്നെ മുകളിൽ ഓപ്പൺ സ്റ്റേജ്, പിന്നെ കുട്ടികൾക്ക് പണ്ടല്ല സെറ്റപ്പ് അവർ ചെയ്യുമ്പോൾ സ്പോർട്സ് സംബന്ധമായിട്ട് ഒരു കുട്ടികളെ വെറുതെ ഇരിക്കാതെ പാടുന്ന ഒരു ആശയം വന്നാണ് സ്വിമ്മിംഗ് പൂൾ. ആദ്യം ടീച്ചേക്ക് സ്റ്റാച്യു സൊസൈറ്റീൻ്റെ ട്രസ്റ്റ് എന്നൊരു ആശയം വന്നാണ് നമുക്കിങ്ങനെ കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളാണ്. നമുക്ക് ഇന്നലെ കൊല്ലാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഷെയർ 50,000 ചോദിച്ചിട്ട് ഈ ആളെ സംഘടിപ്പിക്കണ്ടേ? ആളെ സംഘടിപ്പിച്ച് നമ്മൾ ഈ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ പേര് സുദർശനകുമാർ. സുദർശൻ എന്ന് പറയും. ഇത് കാര്യങ്ങളൊക്കെ രമേശൻ പറഞ്ഞില്ലേ? ഒരു കാലം ഇങ്ങനെ മാറി, പുതിയ കാലം മാറിക്കൊണ്ടിരിക്കുക. മാറ്റത്തിന് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചായക്കട മാതിരി അല്ലെങ്കിൽ തുണിക്കട മാതിരി കുളം എന്താണ് ഒരു ബിസിനസ്. ഇന്നത്തെ കാലത്ത് അത് പഠിക്കാത്തൊരു സമൂഹമാണ്. അത് ആവശ്യമാണ്. കാരണം നേരത്തെ എല്ലാ ഇത്തരത്തിലുള്ള എക്സസൈസുകൾക്കും ആളുകൾക്ക് സൗകര്യമില്ല. ഇപ്പം സംബന്ധിച്ചിടത്തോളം ഒരു സൗകര്യമില്ല. ഇപ്പം ഇൻ്റലിജൽ ആർട്ടിഫിഷ്യലിൻ്റെ കാലത്തായതുകൊണ്ട് തന്നെ കായികമായ എക്സസൈസുകൾ തന്നെ ലോകത്തിന് ഇല്ലാതായി പോവാണ്.
അത്ര ഒരു കാലത്ത് എന്ത് ചെയ്യണം, മനുഷ്യന് ആരോഗ്യം നിലനിർത്തണ്ടേ. ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നീന്തൽ പോലെയുള്ള എക്സസൈസുകൾ ആവശ്യമാണ്. മറ്റ് ഏതൊരു എക്സസൈസിനേക്കാളും മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും ചലനം കൊടുക്കുന്ന ഒരു എക്സസൈസ് സ്വിമ്മിങ്ങാണ്. അതുകൊണ്ടാണിത് തുടങ്ങി. അതിനൊരു വലിയൊരു എമൗണ്ട് ചെലവ് ചെയ്യേണ്ട ഒരു കാലത്തായതുകൊണ്ട് നമുക്ക് ഇതൊരു പബ്ലിക്കാക്കി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ വിരിച്ച്, എന്നാലും അതിനകത്ത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. വലിയ കൊള്ളയില്ലാതെ സാധാരണ കുട്ടികൾക്ക്. എൻ്റെയൊക്കെ കാലത്ത് കുളവും അതുപോലെ തന്നെ തോടും ഇതൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും നീന്തം പഠിച്ചു. ഇപ്പം അതില്ല. ഇപ്പം അവിടെ നിന്ന് പോയി പഠിച്ചും കൂടെ അല്ലേ. കാരണം അന്നത്തെ പോലെയല്ല, ജനസാന്ദ്രത കൂടിയപ്പോൾ ആളുകളുടെ എണ്ണം കൂടി, അതുപോലെ തന്നെ മലിനീകരണം കൂടി. ഇതിൽ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അതിനൊരു സുരക്ഷിതമായ സ്ഥലം എന്നുള്ള നിലക്കാണ് ഒരു മാറുന്ന കാലത്തിൻ്റെ ഒരു സംസ്കാരം. അപ്പുറം തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലും ഇന്ത്യയിൽ തന്നെ ഒരു വാർഡിൽ ഇതുപോലൊരു കളിസ്ഥലവും ഇതുപോലൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഏറ്റവും കുറവാണ്. കാരണം ഇത് രണ്ടും കൂടിയില്ല. അപ്പുറം ഫ്രീ ആണ്. അവിടെ ഒരു ഇൻഡോർ അല്ല, മേലെ സീറ്റൊക്കെ കിട്ടുകയാണ്. മഴക്കാലത്തും കളിക്കാം, വോളിബോൾ, ഷട്ടിൽ, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസിന് കുട്ടികൾ വരാത്തതിനാൽ ചെസ് ഇതുപോലുള്ള ഇതിലൊക്കെ കോച്ചിങ് ക്യാമ്പൊക്കെ തുടങ്ങിയത്. അപ്പം ഇത് രണ്ടും കൂടിയുള്ള ഒരു ക്ലബിനാണ്. PC സ്മാരകത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആലോചനയിലാണ് ഇത് വരുന്നത്. അല്ലാതെ ഇതായിട്ട് തുടങ്ങി. എല്ലാ സ്വിമ്മിംഗ് പൂളിന് സ്ഥലവും വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ചപ്പോൾ സ്ഥലത്തിന് കാശ് മുടക്കിയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് തുടങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ് വേണു ഇത് ലീസിന് തരാമെന്ന്. അങ്ങനെയാണ് ഇവിടത്തേക്ക് ലീസിന് എടുക്കുന്നതും ഇവിടെ ഈ സ്വിമ്മിംഗ് പൂൾ തുടങ്ങുന്നത്. പറയാൻ ചോദിക്കുന്ന ദിവസം. താങ്ക് യു സർ, താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജീവ് ചെറിയാൻ സാറെ ആദരപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിന്റെ അധ്യക്ഷൻ ഇനി നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിലെ രാത്രി കാഴ്ചകളെല്ലാം കാണാം. ഇപ്പോഴും ഈ പൂള് കാണാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോക്കൽ സൗകര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. രാത്രി വ്യൂ അടിപൊളിയായിട്ടുണ്ട്. ഫാമിലി ആയിട്ടും അല്ലാതെയും വന്ന് നന്നായി നമുക്ക് എൻജോയ് ചെയ്യാം. ഇവിടെ ഒരു സ്വീം കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിനുണ്ട്. എന്താണ് ഇവിടുന്ന് കുളിക്കാനാ? അതാണ്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്.
കുക്ക് ഉണ്ട്. ഇവിടെയാണ് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള റൂംസ്. ഇത് 2 അപ്പോൾ ഈ ഷവറിങ് ഓഫ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഷവറിങ് കൂടി ഉണ്ട്. സൂപ്പറാണ് കാണാൻ. ഇത് ജെൻസിൻ്റെ പാർട്ടാണിത്. നല്ലൊരു ഷവറിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിണറായി വന്ന കുട്ടികളല്ലേ സ്വിമ്മിങ് പഠിച്ച് അതിന്റെ മത്സരത്തിനെല്ലാം പങ്കെടുക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് ഇവിടെ ജസ്റ്റ് അവരെ സാറും വന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലേ പല പല ഇത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ. ഇവിടെ കുട്ടികൾക്കെല്ലാം കാണിച്ചു കൊടുത്തേ. ശരി. ഈ ബട്ടർഫ്ലൈ എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോന്ന് സ്വിമ്മിങ്ങിന്റെ ഓരോ. അപ്പൊ ഇത് പഠിപ്പിക്കാൻ അവിടെ മാഷന്മാരൊക്കെ ഉണ്ടാവോ? എത്ര പേരുണ്ട്? അവര് ഇപ്പൊ 2 പേരുണ്ട്. രാവിലെ 5 മണി മുതൽ 12 മണി വരെ. അങ്ങനെ 12 മണി. പിന്നെ വൈകുന്നേരം 3 മണി മുതൽ 11 മണി വരെ. സേഫ്റ്റി എല്ലാം ഉറപ്പുവരുത്തുന്നു അല്ലേ? ഹൈജീനിക് സേഫ്റ്റി ഒക്കെ.